കരങ്ങൾ 2 ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. മോളെ, നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ? മോനെ, നീ എന്തിനാ ഇത്ര ഭാരപ്പെടുന്നേ? എല്ലാം നഷ്ടപ്പെട്ടായിരിക്കാം, ഒന്നുമില്ലായിരിക്കും നിനക്ക്. നീ അതുപോലെ തകർന്നവനാകാം, തളർന്നവനാകാം. നിന്നെ ആരും സ്നേഹിക്കുന്നില്ലായിരിക്കും, നിന്നെ ആർക്കും വേണ്ടായിരിക്കാം. വിശ്വസിക്ക്, നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ രോഗിയാകാം, നീ തളർന്നവനാകാം, തകർന്നവനാകാം. ഈ ലോകം നിന്നെ തള്ളിങ്ങനെ വിധി എഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. ഒന്നിനും കൊള്ളില്ലാത്തവനെന്ന്, ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. വിശ്വസിക്ക്, നിന്റെ കരം നിന്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. തമ്പുരാന് നിന്നെ വേണം. നീ വിലപ്പെട്ടവനാണ്, നീ അമൂല്യനാണ്, നീ പ്രിയങ്കരനാണ്. കുഞ്ഞേ, നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ട് നീ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ജീവിതം കൊണ്ട് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. 104-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. എൻ്റെ